വടക്കടുത്ത ഒരു നോട്ടം മോളെ. അതെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഈ മീറ്റർ ഇട്ട്. അതെങ്ങനെ മീറ്റർ ഇട്ടാ പോകുന്നത്? മീറ്റർ ഇട്ടേ പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എന്നെ വടക്കടുത്ത വിട്ടാൽ ഞാൻ 10 പൈസ തരത്തില്ല. മീറ്റർ ഇട്ട് പോകാം, പക്ഷേ മീറ്ററെ കാണിക്കുന്നതിന്റെ ഇരട്ടി പൈസ തരണം. നടക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മീറ്ററിനകത്തൊരു തുകയുണ്ട്, അതേ ഉള്ളൂ. ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയ ഒരു കാര്യം പറയാം. ഗതാഗത വകുപ്പ് കമ്മീഷണർ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മീറ്റർ ഇല്ലാത്ത വണ്ടി, ഇപ്പം മീറ്റർ ഇല്ലാതെ ആര് പോകുന്നുണ്ടോ അവരുടെ കയ്യിൽ നിന്ന് എവിടെ വരെ പോകുന്നു അവിടെ വരെയുള്ള പൈസ കൊടുക്കണ്ട എന്നാണ്. ഇപ്പം വേണ്ടേ നമ്മുടെ കൂടെ കുറച്ച് ഓട്ടോചേട്ടന്മാരോട് കൂടിയിട്ടുണ്ട്. അപ്പോഴേ നിങ്ങളെന്തോ പറയുന്നത്, ഇപ്പോൾ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്, അജയൻ പറ എന്തുവാണ്? അല്ല, ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു 3-4 ഇത് നേരത്തെ മുതലേ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അത് ഗ്രാമങ്ങളിൽ കിടന്ന് ഓടുന്ന വണ്ടിക്ക് അത് ശരിയാവത്തില്ല. അതിനേരം സിറ്റികളിൽ പോകുമ്പോൾ അവർക്ക് അങ്ങോട്ട് പോയാൽ തിരിച്ച് റിട്ടേൺ ഓട്ടം കിട്ടും. ഞങ്ങൾക്ക് ഗ്രാമങ്ങളിലെ ഒരു സിറ്റിയിൽ നിന്ന് ഇവിടെ പോയി കഴിഞ്ഞാൽ 10, 50 അല്ലെങ്കിൽ 30 രൂപയുടെ ഓട്ടത്തിന് അവർ ആ പൈസ തരത്തേ ഉള്ളൂ. പിന്നെ തിരിച്ചിങ്ങോട്ടൊന്നും കിട്ടത്തില്ല. അതേസമയം അത് പാതിയായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അതങ്ങനെ ശരിയാവും. മീറ്ററെ പാതി പൈസയെ കാണിക്കത്തുള്ളൂ. ഡബിൾ പൈസ കിട്ടാമെങ്കിൽ ഓക്കെ. നേരത്തെ അങ്ങനെ ഒരു കാര്യം വന്നായിരുന്നു, ഡബിൾ പൈസ തന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ലാഭമായിരുന്നു. അങ്ങനെ പോകുകയാണെങ്കിൽ ലാഭമാണ്. പിന്നെ അങ്ങനെ ഉണ്ട്, അത് കറക്റ്റാണ്. നമുക്കിതേ കാണിക്കുന്ന 45 രൂപ കാണിക്കാന്ന് 90 രൂപ കിട്ടണം. 90 രൂപ കിട്ടിയാൽ അത് ഓക്കെയാ. അങ്ങനല്ല ഇപ്പം പറയുന്നത് എന്താന്ന് വെച്ചാൽ സിറ്റികളിൽ പറ്റത്തില്ല, നാട്ടുമ്പുറങ്ങളിൽ 20% എക്സ്ട്രാ വാങ്ങിക്കാം. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി കൂട്ടിയും പിടിച്ചുമൊക്കെ നടക്കാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങളിപ്പോൾ 40 രൂപയ്ക്ക് 60 രൂപ 80 രൂപ അങ്ങനെയുള്ള കണക്കിലല്ല വാങ്ങുന്നത്. അത് ഓക്കെ. അതാണ്ടേ കുറച്ച് ചേട്ടന്മാരോടുണ്ട്. ചേട്ടാ പറഞ്ഞു, ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. ഞങ്ങളിപ്പോൾ ഈ ഗവൺമെൻറ് പറയുന്ന റൂളിനകത്ത് ഓടാൻ തയ്യാറാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മീറ്റർ ഡബിൾ ആക്കി തരിക. 1 സൈഡ് മീറ്റർ നമുക്കിവിടെ ഗ്രാമപ്രദേശത്ത് പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടം 44 രൂപ 50 പൈസ പോയി. ഈ 44 രൂപ 50 പൈസയെ അവർ തരത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ആ മീറ്ററിൽ കാണുന്ന പൈസ അത് വാങ്ങിച്ചു തിരിച്ചൊരാൾ ഇങ്ങോട്ട് കയറി, അയാൾ 10 രൂപ തരുത്തു. അയാളെ എത്ര രൂപ മേടിക്കണം? 44 രൂപ 50 പൈസ മേടിക്കണോ? 10 രൂപ വാങ്ങിക്കും. അത് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഗ്രാമപ്രദേശം ഇടുന്ന ഓരോ ഓട്ടത്തിനും നമുക്ക് ഡബിൾ ചാർജ് അവരോട് പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്യട്ടെ, ജനങ്ങളെ ബോധവാന്മാരാക്കട്ടെ. ഞങ്ങളിത് വാങ്ങിക്കാൻ തയ്യാറാണ്, നിങ്ങൾ പറയുന്ന പൈസയെ ഞങ്ങൾ വാങ്ങിക്കുന്നുള്ളൂ, പക്ഷേ ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്ററിൽ കാണുന്ന 1-1.5 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം വരുന്നുള്ള ബാക്കി ഇത്ര പൈസയും അതിനുശേഷം റിട്ടേൺ വരുന്ന പൈസ എത്ര വാങ്ങിക്കണമെന്നും കിലോമീറ്റർ കണക്കിന് മീറ്ററിനകത്ത് ആക്കി തരാൻ പറയാം. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഇവിടെ മീറ്റർ പതിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഈ മീറ്റർ ഒന്നും ഗവൺമെൻറ് രജിസ്റ്റർ ഓഫീസിലൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനോ കാര്യങ്ങളോ ചെയ്യുന്നില്ല. ഏതെങ്കിലും പ്രൈവറ്റ് പാർട്ടികളെ ഏൽപ്പിക്കും, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും. ചില മീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ മെനഞ്ഞാന്ന് ഇവിടെ മീറ്ററിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് ബൈപ്പാസ് വഴി കറങ്ങി ഇങ്ങനെ തിരിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ചില വണ്ടിക്ക് 81 രൂപ 50 പൈസ അടിക്കും, ചില വണ്ടിക്ക് 95 രൂപ. അപ്പോൾ മീറ്റർ എങ്ങനെ ശരിയാവുന്നത്? അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നമ്മളിത് അറിയണ്ടേ? ഇത് ഗവൺമെൻറ് അറിയണം. ഗവൺമെൻറ് ഒരു കാരണവശാലും ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനത്തിലും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, മീറ്റർ വിൽക്കുന്നില്ല. ഇതെല്ലാം പ്രൈവറ്റ് പാർട്ടികളെ ഏൽപ്പിച്ചേക്കുക, കുത്തക ലാഭത്തിന് പോകുന്ന പരിപാടികളാണ്. മനസ്സിലായോ? അതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സംവിധാനം ഞങ്ങൾ മീറ്റർ ഇട്ട് ഓടാൻ തയ്യാറാണ്, പക്ഷേ ഞങ്ങൾക്ക് മീറ്റർ ഡബിളാക്കി തരണം ഗ്രാമപ്രദേശത്ത്. ഇപ്പോൾ സിറ്റിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ഒരു 1.5 കിലോമീറ്റർ അങ്ങോട്ട് ഓടും, 30 രൂപ മേടിക്കും, അവിടെ ഇറങ്ങും, അവിടെ നിന്ന് ഒരു പാർട്ടി വീണ്ടും കയറും, അവരുടെ നിന്ന് 30 രൂപ വാങ്ങിക്കും. ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന 10 രൂപയുള്ളൂ. റിട്ടേണിന് പൈസ അവർ 10 രൂപ തരത്തുള്ളൂ. അവർ കയറിയില്ല, നമ്മൾ വീണ്ടും കാലിക്ക് ഇവിടെ വരണം, ഈ 44 രൂപ 50 പൈസയ്ക്ക്. ഇതാണ് നമ്മൾ പറയുന്നത്. അല്ല, ഇപ്പം ഞാൻ പൊതുവെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാവർക്കും വണ്ടിയായി. ശരിക്കും ഓട്ടോറിക്ഷയെ പലരും ഈ പറയുന്ന കയറാൻ മടിക്കുന്നുണ്ട്. കാര്യം എല്ലാവർക്കും വണ്ടിയുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു സ്കൂട്ടർ വരെ ഉണ്ട്. ഓട്ടം തീരെ കുറവാണ് സംഭവം. ഇന്ന് തന്നെ വന്നിട്ട് 500 രൂപ ഓടുന്നില്ല. ഈ വെയിലും കൊണ്ട് വന്ന് സാൻഡി വന്ന് കിടന്ന് 500 രൂപ ഓടാത്ത അവസ്ഥയിലോട്ടാണ് വന്നേക്കുന്നത് ഇപ്പോഴും. അത്ര ബുദ്ധിമുട്ടാണ്. CC ഇട്ടൊരു ഓട്ടോറിക്ഷ എടുത്തു കഴിഞ്ഞാൽ വലിയ പാടാണ്. വണ്ടി ഓടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന പല വീടുകളിലും 2-3 വണ്ടി, 4 വണ്ടി മിനിമം ഉണ്ട്. കാരണം 70% ആൾക്കാരും ഉന്നത പദവിയിൽ ജീവിക്കുന്നവരാണ്. ഉദ്യോഗസ്ഥന്മാരായാലും അല്ലാതുള്ള പണക്കാരായാലും ഏത് രീതിയിലായാലും. ഓട്ടോറിക്ഷക്കാരൻ്റെ വീട്ടിൽ മിനിമം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്കൂട്ടർ കൂടെ കാണും. അല്ലാതെ അവരുടെയും വീടുകളൊന്നുമില്ല. 90% ഇപ്പം തന്നെ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ 1 ലക്ഷം രൂപ മേടിക്കുന്ന ആളും ഞങ്ങളും വാങ്ങിക്കുന്ന 55 രൂപയുടെ അരിയാണ്. ഞങ്ങളുടെ ജീവിതം 30 രൂപയായി നിൽക്കുക. ഞങ്ങൾക്ക് ഈ 30 രൂപ ആക്കി തന്ന സമയത്ത് 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 125 രൂപയുള്ളായിരുന്നു. ഇന്നത് 300 ആയി. 1 കിലോ അരിക്ക് 55 രൂപയായി. 22 രൂപയ്ക്ക് എടുത്ത പഞ്ചസാരയുടെ വില ഇന്ന് 50 ആയി. ഞങ്ങളും ഈ സമൂഹത്തിൽ ജീവിക്കണം. ഞങ്ങൾക്കൊണ്ട് കുഞ്ഞുങ്ങളും പിള്ളേരും മാതാപിതാക്കളും രോഗികളും ഒക്കെ. വേറൊരു കാര്യമുണ്ട്, ഡെയിലി ഒരു 4 ലിറ്റർ ഡീസൽ അടിക്കുന്നു വെച്ചോ. 4 ലിറ്റർ ഡീസൽ അടിക്കുമ്പോൾ എത്ര രൂപ ഇവിടുത്തെ സർക്കാരിന് നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കാരാ പെൻഷൻ തരുന്നത്? ഞങ്ങൾക്ക് പെൻഷനുണ്ടോ? ഒരു ദിവസം ഇത്രയും നികുതി പണം കൊടുക്കുന്നത് ഈ വണ്ടിക്കാരേ ഉള്ളൂ.
അവർ ഡീസൽ അടിക്കുന്നതിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം എത്ര രൂപയുടെ നീതി ചെല്ലുന്നുണ്ട്. 4 ലിറ്റർ ഡീസൽ തന്നെ വന്ന് എത്ര രൂപ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ വെയിലും കൊണ്ട് ഇങ്ങനെ ഡെയിലി സർക്കാരിന് പ്രയോജനപ്പെടുത്താൻ നികുതി കൊടുക്കുന്നതാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ആര് പെൻഷൻ തരുന്നുണ്ട്? ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്? ഒന്നുമില്ല, ഒരു ആനുകൂല്യങ്ങളും ഇല്ല. ഏതെങ്കിലും വ്യക്തി എവിടെയെങ്കിലും എന്തെങ്കിലും അഭ്യാസം കാണിച്ച് അവൻ അന്യായം മേടിച്ച് നമ്മുടെ ഈ കേരളത്തിലുള്ള ഓട്ടോറിക്ഷക്കാർ മൊത്തം അത് അനുഭവിക്കേണ്ട കാര്യമാണ്. അത് തന്നെ, ഒരുത്തം തെറ്റ് ചെയ്താൽ അവനെ ശിക്ഷയില്ലേ, എല്ലാവരെയും കൂടെ ചെയ്യേണ്ട കാര്യമില്ല. ഇത് കേരളത്തിലുള്ളവരെ മൊത്തം ഒന്നിച്ചാക്കിക്കൊണ്ട് ഒരു നിയമം വരുത്തിക്കാന്ന് പറഞ്ഞാൽ നമുക്കത് ഇവിടുത്തെ ഒരു നിയമം അതാ, തെറ്റ് ചെയ്യുന്നവനെ അവനെ ശിക്ഷിക്കുമല്ല, ബാക്കിയുള്ളവരെല്ലാവരും അനുഭവിച്ചോണമെന്നുള്ള ആ രീതി. ടൂറിസ്റ്റ് ബസിന്റെ കാര്യം അത് തന്നെയാണ്. അതുപോലെ വേറെ സംഭവമുണ്ട്. ഇനി വേറെ സംഭവങ്ങൾ പറഞ്ഞുതരാം. കേരളത്തിൽ കാക്കിയുടുപ്പും ഏറ്റവും താഴ്ന്ന യൂണിഫോം വയ്ക്കുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് മുനിസിപ്പാലിറ്റിക്കാരും, ഒന്ന് ഓട്ടോ ഡ്രൈവർമാർ. ബാക്കി ആർക്കും യൂണിഫോം ഇല്ല. ഇവിടെ രാവിലെ ഏകദേശം ഒരു 50 ടോറസ് പിടിക്കും. ആ ഡ്രൈവർമാരെല്ലാം ടിപ്പ് ടോപ്പിലാണ് വരുന്നത്. അവർക്ക് ആർക്കും യൂണിഫോം വേണം. ഓട്ടോ ഡ്രൈവർമാർക്ക് മസ്റ്റായിട്ട് യൂണിഫോം. അതാ ആയിക്കോട്ടെ, എല്ലാവർക്കും വേണം. നിയമം എല്ലാവർക്കും ആക്കാം. നിയമം എല്ലാവർക്കും ആക്കാനേ പറഞ്ഞുള്ളൂ. അല്ല ഒരാൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു നിയമം വന്നിരിക്കുകയാണ്. ഓട്ടോറിക്ഷ ഈ പറയുന്ന പോലെ മീറ്റർ ഇല്ലാതെ ഓടിക്കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കണ്ട എന്നുള്ളത്. ഇവർ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. അതായത് 1 സൈഡ് മാത്രമേ മീറ്ററിൽ ഈ പറയുന്ന റീഡിങ് വരത്തുള്ളൂ. അവർ റിട്ടേൺ വരേണ്ടത് കാലിക്കാണ്. കാലി ഓടിച്ച് വന്നാലും ഒരാൾ കൈ കാണിച്ചാൽ 10 രൂപയിൽ കൂടുതൽ കിട്ടത്തതുമില്ല. അപ്പം ഈ ഒരു നിയമം നല്ലതാണോ അതോ ഈ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിൽ വാഹനങ്ങളായ പിന്നെ ഈ പറഞ്ഞ കൊറോണ കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ ഓട്ടോകളെ അധികം ആൾക്കാർ ആശ്രയിക്കാതിരിക്കുന്നത്. കാര്യം എല്ലാവരുടെയും വീട്ടിൽ ഓരോ വാഹനമുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 2 വീലറെങ്കിലും ഉണ്ട്. നമ്മളൊരു സാധനം വാങ്ങിച്ചാൽ ഇപ്പോൾ എന്തിനു പറയുന്നത്, ഒരു ചാക്ക് സിമെൻറ്റ് വാങ്ങിച്ചാൽ പോലും 2 വീലറിൻ്റെ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് പോകുന്നൊരു സമ്പ്രദായമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓട്ടോ തൊഴിലാളികൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ ഇപ്പോൾ ഏറ്റവും മുനിസിപ്പാലിറ്റിക്കാരും ഇവർ മാത്രമാണ് കാക്കിയിടുന്നതെന്നാണ്. അപ്പം നിയമങ്ങളൊക്കെ നല്ലതാണ്, എല്ലാം കൊണ്ടുവരണം. പക്ഷേ പാവങ്ങളുടെ മുകളിലേക്ക് കയറുന്ന നിയമങ്ങൾ കൊണ്ടുവരരുത്. മാന്യമായ രീതിയിൽ അവർ തയ്യാറാണ്. ഈ പറഞ്ഞ റിട്ടേണും കൂടെ വാങ്ങിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ നല്ലതാണ്. ഈ പറയുന്ന ഇവർക്ക് ഇപ്പോഴും 30 രൂപയാണ്. ബാക്കിയുള്ളവരുടെ എല്ലാം ശമ്പള സ്കെയിലുകൾ കൂടുന്നുണ്ട്. ഇപ്പോഴും ഇവർ ഈ 30-ൽ തന്നെ നിൽക്കുകയാണ്. അപ്പം മാർച്ച് 1 മുതൽ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും എന്നാണ് നമ്മളിപ്പം അറിഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാ നിയമങ്ങളും നല്ലതാണ്. നിയമങ്ങളിൽ ഈ പാവങ്ങളെ ഉപദ്രവിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.